എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. ഇന്ന് രാമായണ കഥാമൃതത്തിൽ രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം സീതാപഹരണത്തിൽ രാവണനെ സഹായിക്കുകയും ചെയ്ത മാരീചനെ കുറിച്ചും, ആരായിരുന്നു മാരീചൻ, മാരീചൻ എങ്ങനെയാണ് സീതാപഹരണത്തിൽ പങ്കാളിയായത്, യഥാർത്ഥത്തിൽ മാരീചന് ആരോടായിരുന്നു ഇഷ്ടം അല്ലെങ്കിൽ ഭക്തി, മാരീചൻ്റെ ജനന കഥ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. താടകയുടെയും 1000 ആനകളുടെ ബലമുള്ള താടകയുടെയും സുന്ദൻ്റെയും പുത്രനായിട്ടാണ് മാരീചൻ പുരാണത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. മാരീചനെന്നും സുബാഹുവെന്നും 2 മക്കൾ താടകയ്ക്കുണ്ടായിരുന്നു. ജനന സമയത്ത് താടകയെക്കുറിച്ചുള്ള വലിയൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനന സമയത്ത് മാരീചൻ ശരിക്കും രാക്ഷസനായിരുന്നില്ല. വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിരുന്നു. അപ്പോൾ കാവൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണുവുമായിട്ട് ഒരു പ്രശ്നമുണ്ടാകുകയും ആ പ്രശ്നങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. വിഷ്ണു ശപിച്ച് രാക്ഷസനാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള മാരീചൻ ആദ്യകാലങ്ങളിൽ വളരെ വലിയ തരത്തിൽ മഹർഷിമാരെ ശല്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ മഹർഷിമാരെ ശല്യപ്പെടുത്തിയപ്പോൾ മാരീചൻ്റെ ശല്യത്തിൽ നിന്നും വിശ്വാമിത്ര മഹർഷി രക്ഷ നേടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ രാമനെയും ലക്ഷ്മണനെയും കൗമാരപ്രായത്തിൽ വിളിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം നശിപ്പിക്കുവാൻ, തടസ്സപ്പെടുത്തുവാനായിട്ട് മാരീചനും സുബാഹുവും കൂടെ വരുമ്പോൾ അന്ന് കൗമാരപ്രായക്കാരനായിരുന്ന രാമൻ മാരീചൻ്റെ നേരെ അമ്പ് ചെയ്യുകയും 2 അമ്പ് ഒരേ സമയത്ത് എയ്യുകയും അതിലൊരമ്പ് സുബാഹുവിൻ്റെ വധത്തിന് കാരണമാകുകയും മറ്റൊരമ്പ് 1000 ദശങ്ങൾക്കപ്പുറത്തുള്ള കടലിൽ പോയി മാരീചനെ പതിക്കാനിടയാക്കുകയും ചെയ്തു. മാരീചൻ മരിക്കുന്നില്ല. പിന്നീട് മാരീചൻ രാമൻ്റെ വനവാസകാലത്ത് രാമനുമായിട്ട് ഏറ്റുമുട്ടാൻ മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭം എന്ന് പറയുന്നത് ഈ ഘോരജീവിയായി രാക്ഷസന്മാരായിട്ട് മാറിയിട്ട് സന്യാസിമാരെയും മഹർഷിമാരെയൊക്കെ പിടിച്ച് തിന്നുകയും പച്ചമാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്ത് വരുന്ന 2 രാക്ഷസന്മാരോടൊപ്പം പ്രധാന രാക്ഷസനായിട്ട് നിന്ന് മാരീചൻ നിൽക്കുന്നു. ആ അവസരത്തിലും രാമൻ മാരീചനെ കൊല്ലാതെ മറ്റ് 2 രാക്ഷസന്മാരെ കൊല്ലുന്നു. മാരീചൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ രക്ഷ കൊടുക്കുന്നു. പുരാണത്തിൽ എന്തിനു വേണ്ടിയാണ് 2 പ്രാവശ്യവും മാരീചനെ കൊല്ലാതെ വെച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് സീതാപഹരണത്തിലെ മാരീചൻ്റെ പ്രധാനപ്പെട്ട റോള്. ഈ മാരീചൻ പിന്നീട് സന്യാസിയായി മാറുകയും രാവണനിൽ നിന്ന് രക്ഷപ്പെട്ട് രാവണനിലെത്തി രാവണനിൽ നിന്ന് രക്ഷ നേടണമെന്ന് കരുതി സന്യാസിയായി പുഴയ്ക്കക്കരെ താമസിക്കുന്ന, കടലിനക്കരെ താമസിക്കുന്ന സന്ദർഭത്തിലാണ് സീതാപഹരണവുമായി ബന്ധപ്പെട്ട കഥകൾ വരുന്നത്. ശൂർപ്പണഖയുടെ വാക്ക് കേട്ട്, അങ്കൻ്റെ വാക്ക് കേട്ട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് മാരീചൻ്റെ അരികിലാണ്. മാരീചൻ രാമൻ്റെ മഹത്വങ്ങളും രാമൻ ആരാണെന്നും രാമനുമായിട്ട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന കുഴപ്പമെന്താണെന്നും രാമനെക്കുറിച്ച് ആദ്യമായിട്ട് രാമോ വിഗ്രഹവാൻ ധർമ്മസത്യ എന്ന്, രാമോ വിഗ്രഹവാൻ ധർമ്മസത്യ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിഗ്രഹമാണ് രാമൻ എന്ന് പുരാണത്തിൽ വാൽമീകി രാമായണത്തിൽ രേഖപ്പെടുത്തിയ ആൾ യഥാർത്ഥത്തിൽ മാരീചനാണ്. രാവണനോട് പറയുന്ന വാക്കാണ്. അതായത് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും വിഗ്രഹമാണ് രാമൻ. അങ്ങനെയുള്ള രാമനുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് കുലം നശിക്കാൻ കാരണമാവും, വംശം തന്നെ നിലച്ചു പോകും, നിന്റെ നാശത്തിന് വേണ്ടിയാണ് ആരോ നിന്നെ ഇങ്ങനെ പറഞ്ഞ് പ്രചോദിപ്പിക്കുന്നത്, സീതാപഹരണം ഉപേക്ഷിക്കേണ്ട ഒന്നാണ്. പക്ഷെ രാവണൻ അത് കേൾക്കുന്നില്ല. രാവണൻ കേൾക്കാതിരിക്കുമ്പോൾ രാമമഹത്വങ്ങൾ പറയുകയാണ്. മാരീചൻ്റെ മുമ്പിൽ രാവണൻ നിൽക്കുകയും രാവണനോട് രാമൻ്റെ മഹത്വങ്ങൾ മാരീചൻ ഉറക്കെ പറയുകയും രാമൻ്റെ അവതാര ലക്ഷ്യവും രാമൻ ജനിച്ചത് എവിടെയാണെന്നും രാമൻ്റെ ബാല്യകാല കഴിവുകൾ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച് രാവണനെ സീതാപഹരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വളരെയധികം ശ്രമിക്കുന്നു. പക്ഷേ രാവണൻ അതിന് തയ്യാറാവുന്നില്ല. രാവണൻ പറയുന്നു, ഒന്ന് എന്നെ സഹായിച്ചെന്ന് വെച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് മധുരമായൊരു പ്രതികാരം കൂടെ വീട്ടാം. പണ്ട് താങ്കളെ 2 തവണ കൊല്ലാതെ വിട്ട ആ രാമനോടുള്ള പ്രതികാരം കൂടെ നടക്കും എന്ന് രാവണൻ സീതാപഹരണത്തിൽ തന്നെ സഹായിക്കുവാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു.
അപ്പോഴും തയ്യാറാവുന്നില്ല. ആ അവസരത്തിൽ ഒരാളെ വശംവദനാക്കാൻ 4 വഴികളെന്നാണ് പുരാണത്തിൽ പറയുന്നത്. ഒരാളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ 4 വഴികൾ. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വഴികൾ കൂടെയാണ് ഈ 4 വഴികൾ. സാമം, ദാനം, ഭേദം, ദണ്ണം എന്നിവയാണ് 4 വഴികൾ. ഒന്ന് സാമം എന്ന് പറഞ്ഞാൽ രാവണൻ മാരീചനെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് നല്ല വാക്കുകൾ പറയുന്നു, സാമം. രണ്ടാമത്തെ ദാനമാണ്. ദാനമെന്ന് പറഞ്ഞാൽ ഈ സീതാപഹരണത്തിൽ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ധാരാളം സ്ഥലവും സ്വർണവും രത്നവും ഒക്കെ തരാം എന്ന് പറയുന്നു. പിന്നെ അതും കേൾക്കാഞ്ഞിട്ട് ഭേദമാണ്, പേടിപ്പിക്കലാണ്. ആ പേടിപ്പിക്കൽ എന്ന് പറയുന്നത് വെറുതെ പേടിപ്പിക്കലല്ല, കൊല്ലുക എന്ന് പറയുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സാമം, ദാനം, ഭേദം, ദണ്ണം. ദണ്ണം എന്ന് പറയുന്നത് 4ാമത്തെ അവസ്ഥയാണ്. 4ാമത്തെ ഒരാളെ തൻ്റെ വശത്താക്കാൻ 3 വഴികളിലൂടെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട 4ാമത്തെ വഴിയിൽ അടി അല്ലെങ്കിൽ ആക്രമിക്കുക. അപ്പോൾ ഇവിടെ പേടിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെ 3 വഴിയെ സ്വീകരിച്ചുള്ളൂ. 3ാമത്തെ വഴിയിൽ തന്നെ മാരീചൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മാരീചൻ ആലോചിക്കുന്നു, രാവണൻ്റെ കൈകൊണ്ട് മരിക്കണോ അതോ രാമൻ്റെ കൈകൊണ്ട് മരിക്കണോ? മരണം ഉറപ്പാണ്. അപ്പം താൻ രാവണനെ സഹായിച്ചില്ല എങ്കിൽ രാവണൻ തന്നെ കൊല്ലും. ഇനി രാവണനെ സഹായിച്ചാൽ രാമൻ തന്നെ കൊല്ലും. അപ്പം മരണം ഏതായാലും ഉറപ്പാണ്. പണ്ട് വിഷ്ണു തന്നെ ശപിച്ച് രാക്ഷസനാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ത്രേതായുഗത്തിൽ രാമൻ്റെ കൈകൊണ്ട് മരിച്ച് വൈകുണ്ഠത്തിൽ വീണ്ടും എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രാമൻ്റെ കൈകൊണ്ട് മരിക്കാം എന്ന് മാരീചൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാരീചൻ സ്വർണമാനായിട്ട് രാവണ നിർദ്ദേശപ്രകാരം സീതാപഹരണത്തിൽ കൂട്ടുനിൽക്കുകയും സീതയുടെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുകയും സീതയ്ക്ക് ആ മാനിനെ കണ്ടപ്പോൾ അതിനോട് താല്പര്യം തോന്നുകയും അങ്ങനെ ലക്ഷ്മണൻ്റെ കൂട്ട് നിർത്തിയിട്ട് രാമൻ മാനിനെ പിടിക്കുവാനായിട്ട് സീതയുടെ നിർദ്ദേശപ്രകാരം പോവുകയും സീതയെ ഭയപ്പെടുത്തുവാനും ലക്ഷ്മണനെ ഭയപ്പെടുത്തുകയും സീതയെ ഒറ്റപ്പെടുത്തുവാനും വേണ്ടിയിട്ട് രാമശബ്ദത്തിൽ രാമബാണമേറ്റപ്പോൾ രാമശബ്ദത്തിൽ ഈ മാരീചൻ കരയുകയും ആ കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ സീത നിർബന്ധപൂർവം രാമനെ രക്ഷിക്കുവാൻ പറഞ്ഞു വിടുകയും ആ സന്ദർഭത്തിൽ ഈ സീതയെ തട്ടിക്കൊണ്ട് രാവണൻ പോവുകയാണ് ചെയ്യുന്നത്. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മാരീചൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാരീചൻ്റെ വധം രാമൻ്റെ കൈയാൽ നിശ്ചയിക്കപ്പെട്ടിരുന്നു. പക്ഷേ 2 സന്ദർഭം കിട്ടിയിട്ടും രാമൻ അത് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഈ മാരീചനെ വിട്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം രാമരാവണ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ ഋഷ്യശൃംഖർ എങ്ങനെയാണോ രാമായണ കഥ ഉണ്ടാകുവാൻ സഹായിച്ചത്, അതുപോലെ രാമായണത്തിൽ രാവണനെ വധിക്കുന്നതിന് നിമിത്തമായി തീരുക അതിനുവേണ്ടി മുൻകൂട്ടി നിയോഗിക്കപ്പെട്ടയാളായിരുന്നു മാരീചൻ. ആ മാരീചനെ രാമൻ തൻ്റെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മാരീചൻ രാമനെ സ്തുതിക്കുകയും രാമനെ വണങ്ങുകയും മരിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതായാലും രാമായണത്തിലെ നമ്മൾ കേട്ടിട്ടുള്ള കഥ, രാവണൻ്റെ അമ്മാവൻ ക്രൂരനായ മാരീചൻ രാവണനെ സഹായിക്കുവാൻ വേണ്ടി മാരീചൻ്റെ വേഷത്തിൽ കെട്ടി മാനിൻ്റെ വേഷം കെട്ടി ശ്രീരാമൻ അമ്പെയ്ത് കൊന്നുവെന്നുള്ളതാണ്. അതിനു മുന്നാലെ ഇങ്ങനെയുള്ള ചില കഥകൾ കിടപ്പുണ്ട്. അതുതന്നെയാണ് ഈ രാമായണം കഥയുടെ ഒരു പ്രത്യേകത. രാമായണം കേൾക്കുന്നതും കാണുന്നതിനും അപ്പുറം ചില വായനകൾ ആഴത്തിൽ നടത്തേണ്ടതാണ്. കഥകളാലും ഉപകഥകളാലും ഇത് കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ആ കെട്ടുകൾ അഴിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ചില കഥകൾ ഉപകഥകളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഏതായാലും ഈ മാരീചൻ എന്ന് പറയുന്ന കഥാപാത്രം വെറുമൊരു മാരീചനല്ല, രാമഭക്തനായിരുന്നു. രാവണ നിഗ്രഹത്തിന് കാരണക്കാരനായി തീരുക എന്ന നിയോഗം ഏറ്റെടുത്തയാളായിരുന്നു. അങ്ങനെ ഒരു വായനയാണ് യഥാർത്ഥത്തിൽ മാരീചനുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ ഭാവുകങ്ങളും വിമർശനങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. കൃത്യമായ ഉത്തരം ഞാൻ റഫർ ചെയ്ത ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വായനകൾ ഉണ്ടാകട്ടെ, കൂടുതൽ ചർച്ചകൾ ഉണ്ടാവട്ടെ. രാമായണ കഥയുടെ പാരായണം നടക്കുന്നതോടൊപ്പം രാമകഥകളുടെ പാരായണം വിമർശന വിദ്യ നടക്കട്ടെ എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.